ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്വീറ്റ് പൊട്ടറ്റോ ബ്രൗണിയും ക്രഞ്ചി പീനട്ട് ബാറുമാണ്. ഇത് കുട്ടികൾക്കും അതുപോലെ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ ഒരു ഫുഡാണ്. ഇന്നത്തെ വ്ലോഗിൽ എൻ്റെ കുറച്ച് ഫീലിങ്സും ഒക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ നമ്മുടെ വേസ്റ്റൊക്കെ എടുക്കാൻ വരുന്ന ചേച്ചി ഉണ്ടല്ലോ, അവരെ കാണുമ്പോൾ എനിക്ക് പാവം തോന്നും കേട്ടോ. കാരണം നമ്മളൊക്കെ എത്രയും ഭാഗ്യം ചെയ്തവനാണല്ലേ. പാവം മഴയത്തായിരുന്നാലും അവർ വന്ന് ആ വേസ്റ്റൊക്കെ എടുത്തിട്ട് പോകുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നും. പിന്നെ വീട്ടിൽ എൻ്റെ മോമിയുടെ അടുത്തും സിംബയുടെ അടുത്തും കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് നമ്മുടെ കൊച്ചു കുട്ടികളാകുന്ന ഒരു ഫീല് തോന്നും. കാരണം മോമിയും സിംബയായിരുന്നറിയാം എൻ്റെ പൂച്ചക്കുട്ടികളാണ്. ഇന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അടുത്തുള്ള രാമചന്ദ്ര ടെക്സ്റ്റൈൽസിൽ പോയി കുറച്ച് ഷോപ്പൊക്കെ ചെയ്തതിന് ശേഷം ഒരു ചൂട് കോഫിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ ഞാൻ കുറച്ച് ക്യാൻഡിലൊക്കെ ഉണ്ടാക്കി. എനിക്ക് എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഹോബിയാണ് ഈ ക്യാൻഡിൽ മേക്കിങ്. നമ്മളെപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, ബിസി ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മളെ പകുതി ടെൻഷനും കുറയും, നമ്മൾ യങ് ആയിട്ടിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും നമുക്ക്. സ്വീറ്റ് പൊട്ടറ്റോ എപ്പോഴും നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നതാണ് നല്ലത്. കാരണം സ്റ്റീം ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റും ആയിരിക്കും, അതിൻ്റെ ഗുണങ്ങളൊന്നും പോകാതെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതിന് പൊട്ടറ്റോയുടെ സ്കിന്നൊക്കെ കളഞ്ഞ് നമുക്ക് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. കിച്ചണിൽ നമ്മളിങ്ങനെ സമയം ചിലവഴിക്കുമ്പോഴുണ്ടല്ലോ, നമുക്കതിൻ്റെ ഓരോ സ്മെല്ലായിരുന്നാലും ഓരോ നിമിഷമായിരുന്നാലും നമ്മൾ മാക്സിമം നമ്മുടെ ജീവിതം വീണ്ടും സെറ്റായി വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് എത്ര കഷ്ടപ്പാടുണ്ടായാലും എത്ര നഷ്ടങ്ങളുണ്ടായാലും നമ്മൾ വീണ്ടും ഉയർത്തി നിർത്താനേ നമുക്കൊരു ഏതെങ്കിലും ഒരു ഹോബി മതി. പിന്നെ ഒരു കിച്ചണും പിന്നെ നമുക്കത് ചെയ്യാനുള്ള ഒരു മനസ്സും, അത്രയും മാത്രം മതി നമ്മൾ വിജയിച്ച്. ഇനി നമുക്ക് സ്മാഷ് ചെയ്ത പൊട്ടറ്റോയിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ, 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലെങ്കിലും നമുക്കിത് വിസ്ക് കൊണ്ട് വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായ ഹണി, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ കോഫി പൗഡർ ഇതിന് ആവശ്യമാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു നുള്ളുപ്പ്, പിന്നെ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ വാനില എസൻസ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. സത്യം പറഞ്ഞാൽ റിപ്പീറ്റായിട്ട് കഴിക്കാൻ തോന്നും ഈ ബ്രൗണി. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ അവസാനം വരെ ഒന്ന് കാണുക. കണ്ടിട്ട് വീട്ടിൽ ഒന്ന് ടൈം കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്കിനി ഷുഗറില്ലാത്ത ഡാർക്ക് ചോക്ലേറ്റും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിനിപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് നമ്മളിപ്പോൾ വെക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആകിയതിന് ശേഷം നമ്മുടെ ബ്രൗണി മിക്സ് നമുക്ക് കേക്ക് ടിന്നിലോട്ട് മാറ്റാം. ഇത് നമുക്ക് ഷുഗർ ക്രേവിങ്സോ ചോക്ലേറ്റ് ക്രേവിങ്സോ ഒക്കെ തോന്നുന്നവർക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രൗണിയാണിത്. ഇനി നമുക്ക് ഫൈനൽ ഡെക്കറേഷനിലോട്ട് പോകാം. ഇനി കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ഒക്കെ ഒന്ന് അതിൻ്റെ മുകളിലോട്ട് ഒന്ന് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 10 മിനിറ്റ് പ്രീ ഹീറ്റായിട്ടുള്ള ഓവൻ സെറ്റപ്പിലോട്ട് നമുക്ക് നമ്മുടെ ബ്രൗണി ബാറ്റർ മാറ്റാം. ഇനി നമുക്ക് 20-25 മിനിറ്റ് വേണം ഒന്ന് ബേക്ക് ചെയ്ത് റെഡിയായി വരാൻ. അപ്പോൾ അത് അവിടെ ഇരുന്ന് റെഡിയായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് പീനട്ട് ക്രഞ്ചി ഹെൽത്തി ബാർ റെഡിയാക്കാം. അപ്പോൾ നമുക്കിനി വേണ്ടത് ക്രഞ്ചി ഹെൽത്തി പീനട്ട് ബാർ. അപ്പോൾ അതിന് കുറച്ച് പീനട്ട് വേണം, 7-8 ഡേറ്റ്സ് വേണം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഈ ഡേറ്റ്സും പീനട്ടും 2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടറും അതുപോലെ തന്നെ കശുവണ്ടി നുറുക്കിയതും ബദാമും സീസൺ സീഡും എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഓരോ പീസ് ചെറിയ ഉരുളയെടുക്കുക. മോൾഡിലോട്ട്, ചോക്ലേറ്റ് മോൾഡിലോട്ട് ഒന്ന് അമർത്തി കൊടുത്ത് അതുപോലെ എല്ലാത്തിലും ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഫില്ലാക്കിയെടുക്കാം. ഇനി നമുക്ക് ഒന്ന് ചോക്ലേറ്റ് ഡാർക്ക് കോമ്പൗണ്ടും മിൽക്ക് കോമ്പൗണ്ടും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്ത് ഡബിൾ ബോയിലിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ചെറിയ കിച്ചണിൽ നിൽക്കുമ്പോഴേ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, നമ്മളെ തന്നെ കണ്ടെത്തുകയാണ്. നമുക്ക് മനസ്സിനൊരു ഹാപ്പിനെസ് ഉണ്ട്. എനിക്കൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾക്ക് ആഗ്രഹിച്ചതൊന്നും നേടാൻ പറ്റാത്തൊരു കാലം. കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും വേദനകളുടെയും എന്തും സഹിക്കാം, പരിഹാസമാണ് സഹിക്കാൻ പറ്റാത്തത്.
അതെല്ലാം ഞാൻ തരണം ചെയ്ത് ക്ഷമിച്ച് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ സത്യസന്ധതയും എൻ്റെ ആത്മാർത്ഥതയും കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടം വരെ എന്തെങ്കിലുമൊക്കെ ഞാൻ ആയിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നമ്മുടെ പഴയ കാലം നമ്മൾ ഇനിയിപ്പോൾ എത്ര നമ്മൾ വലിയവനായിരുന്നാലും നമ്മളെ പഴയ കാലം നമ്മൾ ഒരിക്കലും മറക്കരുത്. ജീവിതത്തിൻ്റെ ഒരു ഏതെങ്കിലുമൊക്കെ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഇരുന്ന് ചിന്തിക്കണം. അപ്പോൾ നമ്മുടെ യമ്മി ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ ബ്രൗണി അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ, മറക്കാതെ തന്നെ. ഇനി നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടെ നമുക്ക് ഈ ബാറിൻ്റെ മുകളിലോട്ട് ഒന്ന് എല്ലാത്തിലും നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സീസൺ സീഡും മുകളിലിട്ട് കൊടുക്കാം. ഇനി ഒരു 10-15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലോട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ബാങ്ക് വിളിക്കുന്നു, അസറിൻ്റെ ബാങ്ക് കേൾക്കുന്നുണ്ട്. ഇനി നമുക്ക് നമസ്കരിച്ച് വരുമ്പോഴേക്കും നമ്മുടെ ഫ്രിഡ്ജിലുള്ള നമ്മുടെ ക്രഞ്ചി ബാറൊക്കെ റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇത് നല്ല ഹെൽത്തിയാണ്, ഇത് നല്ല ടേസ്റ്റുമാണ്, ചെയ്യാനോ വളരെ സിമ്പിളുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.